നമ്മൾ അടുത്ത് നോക്കുന്നത് സ്റ്റീം നോസിൽസിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ഏപ്രിൽ 2018 KTU. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം എൻ്റർ എ ഫ്രിക്ഷൻലെസ് അഡിയാബാറ്റിക് നോസിൽ വിത്ത് നെഗ്ലിജിബിൾ വെലോസിറ്റി ആൻഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 300 degrees Celsius. It is then expanded to a pressure of 40 bar. For a mass flow rate of 2 kg per second, find the exit velocity of the steam. Okay. നമുക്കറിയാം നോസിലൊരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും നമുക്ക് അത് രണ്ട് കണ്ടീഷൻസ് മാത്രമേ കാണത്തുള്ളൂ: നോസിലിൻ്റെ ഇൻലെറ്റ് ആൻഡ് ഫൈനൽ കണ്ടീഷൻസ്. രണ്ട് കണ്ടീഷൻസ് വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ ബാക്കി എല്ലാ ഡേറ്റാസും കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമാണ് ആൻഡ് അറ്റ് 300 degree സെൽഷ്യസിലുമാണ് എൻട്രി പോയിൻ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സാച്ചുറേറ്റഡ് സ്റ്റീം ടേബിൾസ് യൂസ് ചെയ്യാം. തന്നിരിക്കുന്ന ഡേറ്റ ടെമ്പറേച്ചറിൻ്റെതായതുകൊണ്ട് സാച്ചുറേറ്റഡ് ടെമ്പറേച്ചർ സ്റ്റീം ടേബിൾസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ ഇൻ കേസ് അതിനകത്ത് 300 degree സെൽഷ്യസിലുള്ള വാല്യൂസ് മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് പ്രഷർ ടേബിൾസിൽ തന്നെ 300 degree സെൽഷ്യസ് അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ റേഞ്ചിലെ വാല്യൂസ് എടുത്താൽ മതി. ഓക്കെ. സോ നമ്മൾ ഈ ഒരു പ്രോബ്ലം ബോത്ത് ടേബിൾസ് യൂസ് ചെയ്തും അതുപോലെ തന്നെ മൊളിയർ ചാർട്ട് യൂസ് ചെയ്തും ചെയ്യുന്ന രണ്ട് മെത്തേഡ്സും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ഇപ്പം ഞാൻ സ്റ്റീം ടേബിൾസിനുള്ള വാല്യൂ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് അറ്റ് 300 degree സെൽഷ്യസ് അവിടുത്തെ ഗ്യാസ് എന്തൽപ്പി വാല്യൂ, ഫ്ലൂയിഡ് എന്തൽപ്പി വാല്യൂ, അതുപോലെ തന്നെ എൻട്രോപ്പി വാല്യൂസ് ഇത്തരം ഡയറക്റ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. നമുക്കറിയാം നോസിലിൻ്റെ കേസിൽ TS ഡയഗ്രാം ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമാണ് നോസിൽ എൻ്റർ ചെയ്യുന്നതാണ്. സോ നമ്മുടെ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും 1 എന്ന പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വി നോ ദി എക്സ്പാൻഷൻ ത്രൂ ദ നോസിൽ എന്ന് പറയുന്നത് ഒരു ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. ഓക്കെ. സോ 1-ൽ നിന്നും നേരെ താഴേക്ക്. Let this be point number 2. 2 എന്ന് പറയുന്ന പോയിന്റിൻ്റെ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? അറ്റ് 40 bar. ഓക്കെ. സോ 40 bar പ്രഷർ ലൈനിലേക്ക് സാച്ചുറേറ്റഡ് വേപ്പർ കണ്ടീഷനിൽ 300 degree സെൽഷ്യസിൽ നിന്നുമാണ് നമ്മുടെ എക്സ്പാൻഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ദിസ് പോയിന്റ് നമ്പർ 1 and 2. 300 degree സെൽഷ്യസും സാച്ചുറേറ്റഡ് വേപ്പർ ലൈനും മീറ്റ് ചെയ്യുന്നതായിരിക്കും പോയിന്റ് നമ്പർ 1. അവിടെ നേരെ ഐസെൻട്രോപ്പിക് ആയിട്ട് വരുന്ന ലൈൻ 40 ബാറിൻ്റെ പ്രഷർ ലൈനിനെ മീറ്റ് ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്കറിയാം നോസിലിൻ്റെ കേസിൽ ഇൻലെറ്റിലെ എൻതാൽപ്പി H1-ഉം ഔട്ട്ലെറ്റിൽ H2-ഉം, ഇൻലെറ്റിലെ വെലോസിറ്റി C1-ഉം ഔട്ട്ലെറ്റിലെ വെലോസിറ്റി C2 ആണെന്നുണ്ടെങ്കിൽ H1 മൈനസ് H2, അതായത് എൻതാൽപ്പി ഡ്രോപ്പ് ഇൻ ദിസ് നോസിൽ. ഇതൊരു കംപ്ലീറ്റ്ലി അഡിയാബാറ്റിക് നോസിലാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പുറത്തേക്കോ അകത്തേക്കോ ഹീറ്റ് സപ്ലൈ ഒന്നുമില്ല. സോ ഈ എൻതാൽപ്പി ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ കൈനറ്റിക് എനർജിയുടെ ഇൻക്രീസ് ആയിട്ടാണ് വരാനുള്ളത്. അതായത് H1 മൈനസ് H2 ഷുഡ് ബി ഈക്വൽ ടു C2² മൈനസ് C1² 2, where C2² is the outlet kinetic energy and C1² is the inlet kinetic energy. C representing the velocities. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നെഗ്ലിജിബിൾ വെലോസിറ്റി ആണെന്നാണ്. ദാറ്റ് മീൻസ് C1ൻ്റെ വാല്യൂ ഈസ് നെഗ്ലിജിബിൾ. സോ വി ക്യാൻ ഡിലീറ്റ് ദിസ് C1² എന്ന ടേം അവോയ്ഡ് ചെയ്യാം. റിമൈനിങ് എത്ര വരും? C2² is equal to H1 minus H2, or C2 is equal to root of 2 times H1 minus H2. C2ൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്, എക്സിറ്റ് വെലോസിറ്റി ഓഫ് സ്റ്റീം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് H1ൻ്റെയും H2ൻ്റെയും വാല്യൂസ് മാത്രം മതി. ഓക്കെ. നമ്മുടെ ക്വസ്റ്റ്യനിൽ 1 എന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി വാല്യൂ, ദാറ്റ് മീൻസ് 300 degree സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Hg വാല്യൂ, 300 degree സെൽഷ്യസ് Hg വാല്യൂടെ ഗിവൺ ആണ് 2750.9. ദാറ്റ് ഈസ് H1 is equal to 2750.9. ഇനി H2 എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 40 ബാറിൽ വേപ്പർ ലൈനും ലിക്വിഡ് ലൈനും ഇടയിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വേപ്പർ ലൈനും ലിക്വിഡ് ലൈനും ഇടയിലുള്ളൊരു പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എൻതാൽപ്പി വാല്യൂ അല്ലെങ്കിൽ എൻട്രോപ്പി വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്ന നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? എൻതാൽപ്പി ആണെന്നുണ്ടെങ്കിൽ H2 is equal to, this is HF2 and this is Hg2. So H2 is equal to HF2 പ്ലസ് ഈ പോയിൻറ്റിൽ
ഡ്രൈനസ് ഫ്രാക്ഷൻ്റെ വാല്യൂ എക്സ് ഇൻറ്റു എച്ച് ജി മൈനസ് എച്ച് എഫ് വാല്യൂ എച്ച് എഫ് ജി അറ്റ് 0.2. ഇതാണ് നമുക്ക് എൻതാൽപ്പിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. പക്ഷേ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഡ്രൈനസ് ഫ്രാക്ഷൻ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയില്ല. സോ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എൻട്രോപ്പിയുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് S2 is equal to SF2 plus X into SFG2. എന്താൽപ്പി എഴുതിയ പോലത്തെ എൻട്രോപ്പിയുടെ ഇക്വേഷൻ ആണ് വരുന്നത്. ഇതിൽ S2ൻ്റെ വാല്യൂ നമുക്കറിയാമോ? S2ൻ്റെ വാല്യൂ നമുക്കറിയാം, കാരണം 1 to 2 എന്ന് പറയുന്നത് ഒരു ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. സോ S2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1ൻ്റെ വാല്യൂ തന്നെയാണ്. S1 എന്ന് പറയുമ്പോഴത്തേക്കും 300 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിലെ SG വാല്യൂ വിച്ച് വി ഓൾറെഡി ഹാവ് 5.707. ഓക്കെ, സോ 5.707 is equal to SF2. ഇതാണ് നമ്മുടെ 2 എന്ന് പറയുന്ന കണ്ടീഷൻ. 2 എന്ന് പറയുന്ന കണ്ടീഷനിൽ ഫ്ലൂയിഡ് ലൈനിലുള്ള എൻട്രോപ്പി വാല്യൂ SF വാല്യൂ, ദാറ്റ് മീൻസ് അറ്റ് 40 bar SF വാല്യൂ we have 2.796. 40 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SF വാല്യൂ പ്ലസ് എക്സിൻ്റെ വാല്യൂ നമുക്കിപ്പോഴും അറിയില്ല, അൺനോൺ ആണ്. എക്സ് ഇൻറ്റു SFG അറ്റ് 0.2. 0.2ൽ SFG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SG മൈനസ് SF വാല്യൂ ആണ്. ഓൾ നമുക്ക് നേരിട്ട് സ്റ്റീം ടേബിൾസിൽ നിന്ന് ആ ഒരു വാല്യൂ SG മൈനസ് SFൻ്റെ വാല്യൂ നമുക്ക് സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും. അത് തന്നെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. സോ SFGയുടെ വാല്യൂ 3.272 ആണ്. 3.272. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഡ്രൈനസ് ഫ്രാക്ഷൻ്റെ വാല്യൂ വരുന്നത് 0.88 എന്നാണ്. എക്സ് ഈസ് ഈക്വൽ ടു 0.88 എന്നാണ് നമുക്ക് വാല്യൂ വരുന്നത്. ഓക്കെ, സോ ഡ്രൈനസ് ഫ്രാക്ഷൻ്റെ വാല്യൂ കിട്ടി. ഈ ഒരു എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് H2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. H2 ഈസ് ഈക്വൽ ടു HF2. 2 എന്ന് പറഞ്ഞ പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ് HF വാല്യൂ എത്രയായിരുന്നു? 1087.4 പ്ലസ് എക്സിൻ്റെ വാല്യൂ 0.88 ഇൻറ്റു HFG അറ്റ് 2 എത്രയാണ്? രണ്ടെന്ന് പോയിന്റില്ല, അതായത് 40 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HFG വാല്യൂ 1712.9. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റു 1712.9 പ്ലസ് 1087.4. Look at the value as 2611.32 kilojoules per kilogram. Okay, so we got the value of H1 and H2. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ we can find velocity P is equal to root of 2 into H1ൻ്റെ വാല്യൂ 2750.9 മൈനസ് H2ൻ്റെ വാല്യൂ 2611.32. ഓക്കെ, നമുക്കിവിടെ എൻതാൽപ്പീസ് എല്ലാം മാർക്ക് ചെയ്തേക്കുന്നത് കിലോ ജൂൾസിലാണ്. സോ അതിനകത്ത് ജൂൾസിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ അത് 10⁻³ കൂടെ ഞാൻ ഈ ബ്രാക്കറ്റിനകത്ത് റൂട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഫൈനലി ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വെലോസിറ്റി അറ്റ് ദ എക്സിറ്റ് കിട്ടും. സോ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 528.356 എന്നാണ്, മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി സെയിം പ്രോബ്ലം നമ്മൾ മോളിയർ ഡയഗ്രം യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യാനുള്ളത് നോക്കാം. സോ ആദ്യം ചെയ്യേണ്ടത് മോളിയർ ഡയഗ്രത്തിൽ 300 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമിൻ്റെ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ ഡയഗ്രത്തിൽ 300 ഡിഗ്രി സെൽഷ്യസിൻ്റെ ലൈൻ ഡ്രൈ സാച്ചുറേറ്റഡ് പോയിൻറ്റിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ്. ഓക്കെ, ഇതാണ് ആ ഒരു പോയിൻ്റ് വരാനുള്ളത്. സോ ദിസ് ഈസ് പോയിൻ്റ് നമ്പർ 1. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
എൻതാൽപ്പി വാല്യൂ ഞാൻ റീഡ് ചെയ്താൽ വി ഹാവ് 2700 ആൻഡ് 2800. ഇടയിലൊരു 2750 ആയിരിക്കണം H1 വാല്യൂ. ഓക്കെ, സോ ഫ്രം Mollier diagram we can obtain H1 is equal to 2750. ഇനി അടുത്ത എന്താണ് ചെയ്യാനുള്ളത്? 1 എന്ന പോയിന്റിൽ നിന്ന് നേരെ താഴേക്കുള്ള ഐസെൻട്രോപിക് ലൈൻ നമ്മൾ മാർക്ക് ചെയ്യണം. സോ ഫ്രം 1 need to draw the ഐസെൻട്രോപിക് ലൈൻ. ഓക്കെ, നമ്മൾ ഈ വരച്ച ഐസെൻട്രോപിക് ലൈൻ ഏത് പോയിന്റിലാണ് മീറ്റ് ചെയ്യാനുള്ളത്? 4 ബാറിൻ്റെ പ്രഷർ ലൈനിലാണ് മീറ്റ് ചെയ്യാനുള്ളത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചാർട്ടിൽ പ്രഷർ MPAയിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. സോ 40 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ലൈൻ എന്ന് പറയുന്നത് 4 MPA ആയിരിക്കും. സോ ഹിയർ വി ഹാവ് 4 MPAയുടെ ലൈൻ നമ്മൾ ഈ വരച്ച ഐസെൻട്രോപിക് ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് സംവെയർ ഹിയർ വരും. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ പോയിന്റ് 1. പോയിന്റ് 1ൽ നിന്നും നേരെ താഴേക്ക് ഐസെൻട്രോപിക് ലൈൻ വരയ്ക്കുക. ആ ഐസെൻട്രോപിക് ലൈൻ 40 ബാറിൻ്റെ പ്രഷർ ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ദിസ് വിൽ ബി അവർ പോയിന്റ് നമ്പർ 2. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി ഹിയർ വി ഹാവ് 2700 and 2600. So it is near to 2600, so we can take the value as 2610. Okay, so we get the value of H2 is equal to 2610. ഫൈനൽ ആൻസർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് നമ്മൾ പ്രോബ്ലത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റീം ടേബിൾസ് യൂസ് ചെയ്ത എൻതാൽപ്പി വാല്യൂസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സ്റ്റീം ടേബിളിൽ നമ്മളെടുത്ത H1ലെ എൻതാൽപ്പി വാല്യൂ വാസ് 2750.9 and from Mollier diagram we have 2750. ഓക്കെ, സെയിം അല്ലെങ്കിൽ നിയർ ബൈ വാല്യൂസ് തന്നെയാണ്. അടുത്തത് H2ൻ്റെ വാല്യൂ. H2ൻ്റെ വാല്യൂ നമ്മൾ ടേബിൾസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തത് 2611.32 ആണ് ആഫ്റ്റർ കാൽക്കുലേഷൻസ്. സോ ആ ഒരു വാല്യൂ ആണ് നമ്മൾ Mollier ഡയഗ്രത്തിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. H2 is equal to 2610. ഓക്കെ, നമ്മൾ Mollier ഡയഗ്രം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 2 സ്റ്റെപ്പിൽ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ Mollier ഡയഗ്രം ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം ലൈനിൽ 300 ഡിഗ്രി സെൽഷ്യസിൻ്റെ ടെമ്പറേച്ചർ ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. അവിടെ നിന്ന് നേരെ താഴേക്ക് ഐസെൻട്രോപിക് ലൈൻ മാർക്ക് ചെയ്യുക. ഈ ഐസെൻട്രോപിക് ലൈനിൽ 40 ബാറിൻ്റെ പ്രഷർ ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് എടുക്കുക. ദാറ്റ് വിൽ ബി കണ്ടീഷൻ നമ്പർ 2. ഈ 2 പോയിന്റ് എൻതാൽപ്പി വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമുക്കതിൻ്റെ y ആക്സിസിൽ റീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് 1 എന്ന് പറയുന്ന പോയിന്റിലെ വാല്യൂ ആസ് 2750 ആൻഡ് 2 എന്ന് പറയുന്ന പോയിൻ്റെ വാല്യൂ ആസ് 2610. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ സാച്ചുറേഷൻ കർവിന് ഇടയിൽ വരുന്ന പോയിൻ്റാണ്. അതായത് ഡ്രൈനസ് ഫ്രാക്ഷൻ x is equal to 0.8 അല്ലെങ്കിൽ 0.88 നിയർ ആയിട്ടുള്ള പോയിൻ്റാണ് കിട്ടാനുള്ളത്. ഓക്കെ, അങ്ങനെ നമുക്ക് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ Mollier ഡയഗ്രത്തിൽ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് പോയിന്റ്. അതിന് നിയർ ബൈ ആയിട്ട് പാസ് ചെയ്യുന്ന ഡ്രൈനസ് ഫ്രാക്ഷൻ ലൈൻ, ഈ ഒരു ലൈൻ്റെ വാല്യൂ നോക്കിയാൽ ഇറ്റ് ഈസ് അറ്റ് x is equal to 0.90. ഓക്കെ, 2 എന്ന് പറഞ്ഞ പോയിന്റിന് നിയർ ബൈ ആയിട്ട് പാസ് ചെയ്യുന്ന ഡ്രൈനസ് ഫ്രാക്ഷൻ ലൈൻ്റെ വാല്യൂ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തേക്കുന്നത് x is equal to 0.90 എന്നാണ്. നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ വാസ് 0.88. നിയർ വാല്യൂ തന്നെയാണ്. ഓക്കെ, സോ അതാണ് നമ്മൾ Mollier ഡയഗ്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാനുള്ള ഈസി മെത്തേഡ് എന്ന് പറയുന്നത്. വാല്യൂസ് നമുക്ക് കിട്ടുന്നത് രണ്ടും സെയിം തന്നെ ആയിരിക്കും.